വ്യക്തമായി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ സെക്രട്ടറിമാരുടെ സാന്നിധ്യം ജില്ലയിലെ കോൺഗ്രസ് UDF ജില്ലാ സെക്രട്ടറി ഇത്തരമൊരു വാർത്താ സമ്മേളനം നടത്താൻ സാധിച്ചു. മാധ്യമങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ അറിയിക്കാൻ പറ്റും. പൊതുസമൂഹത്തിന് അറിയേണ്ട ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് അറിയിക്കാനാണ് ഈ വാർത്താ സമ്മേളനം. ചേവായൂർ ബാങ്ക് കോൺഗ്രസിന്റെ പൂർവികർക്ക് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനം. വർഷങ്ങളായി കോൺഗ്രസ് നല്ല രീതിയിൽ ഭരിച്ചു. പാവപ്പെട്ട ദേശസ്നേഹികളായിരുന്ന സത്യസന്ധരായിരുന്ന കോഴിക്കോട്ടെ കോൺഗ്രസുകാർ, അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചു വളർത്തിയതും ഒക്കെ. എന്നാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് തുടർച്ച ക്രമവിരുദ്ധമായ ചില കാര്യങ്ങൾ നടക്കുന്നതിനാണ് കോൺഗ്രസ് പാർട്ടി ലഭിച്ചു. ഒരിക്കലും സഹകരണ മേഖലയിൽ പുരുഷന്മാരുടെ പ്രവർത്തികളിൽ കോൺഗ്രസിന്റെ ഭരണസമിതി വ്യാപകമാവുന്നത് പരാതി. കോൺഗ്രസ് ഈ ചേവായിലും കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് അത്തരമൊരു പ്രവണത ഒരിക്കൽ പോലും അനുവദിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനം കോൺഗ്രസിനെ കുറിച്ച് അന്വേഷിച്ചു. അന്വേഷണ റിപ്പോർട്ട് പാർട്ടിക്ക് ലഭിച്ചു. ആ പാർട്ടിക്ക് ലഭിച്ച ഉടൻ തന്നെ അതിൽ ക്രമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് വിളിച്ചു വരുത്തി തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും തിരുത്താതെ വന്നപ്പോഴാണ് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ചേവായൂരിനെ മറ്റൊരു കരുത്തിലാക്കാൻ അനുവദിക്കാൻ പ്രശാസനമുണ്ട് തന്നെ. എന്നാൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ അറിയിക്കണം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നിലവിലുള്ള ചെയർമാനെ പാർട്ടി പുറത്താക്കുന്നത്. സാധാരണഗതിയിൽ പാർട്ടിയുടെ നടപടിയെടുത്താൽ തെരഞ്ഞെടുപ്പുകൾ തിരിച്ചെടുക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും കോൺഗ്രസ് തിരിച്ചെടുക്കാനുള്ള ആലോചനവും നടത്തിയിട്ടില്ല. വിഷയം അത്ര ഗുരുതരമായി. കോൺഗ്രസ് പാർട്ടിക്ക് പുഷ്ടമില്ലാത്ത വിഷയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ നിലവിലെ കാര്യത്തിലുമാണ് CPM ചില ആളുകളുമായി ചേർന്ന് കൃത്രിമം നടത്തി ബാങ്ക് ഭരണം വീണ്ടും നിലനിർത്താനുള്ള ശ്രമം നടത്തുകയും ആ ശ്രമത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും കോൺഗ്രസ് നേരിടും. അതിൽ ഏറ്റവും രസകരമായ കാര്യം, വോട്ട് ചെയ്യാനുള്ള അംഗത്തിന് കൊടുക്കേണ്ട ഐഡന്റിറ്റി കാർഡ് കോൺഗ്രസ് പ്രവർത്തകർ അപേക്ഷ കൊടുത്തിട്ടും വിതരണം ചെയ്യാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരുപാട് ശ്രമങ്ങളെ ശ്രമങ്ങളെ പാർട്ടി നിരോധിച്ചു, കുറെ പേർക്ക് ലഭിച്ചു. എന്നിട്ടും പൂർണ്ണമായ കാര്യങ്ങളൊന്നും ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. എന്നാൽ നിലവിലുള്ള ഭരണസമിതി വിജയിക്കാനായി സാധാരണഗതിയിൽ മെമ്പർഷിപ്പ് കൊടുക്കുക ബാങ്കിൽ ഇടപാട് നടത്തുന്നതാണ്. ഒരു ഇടപാട് നടത്താൻ 1200 ആളുകൾക്ക് അനധികൃതമായി അവരാരും ബാങ്കിൽ വന്നിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിലെ യഥാർത്ഥ പ്രവർത്തകരും അനുഭാവിൽ പോകുമ്പോൾ നേരിട്ട് വന്നു വാങ്ങണം ഐഡന്റിറ്റി കാർഡെന്ന ബാങ്ക് ഭരണസമിതിയും ബാങ്ക്. എന്നാൽ അനധികൃതമായി ചേർത്ത 1200 ആളുകൾ ബാങ്കിൽ വന്നിട്ടില്ല. ബൾക്കായി കാർഡുകൾ കടത്തി ഡയറക്ടർമാരും നിലവിലെ ചെയർമാനും അവർക്കെതിരെ ചുമത്തുകയാണ്. 35,000 മുതലുള്ള ബാങ്കിൽ ആയിരക്കണക്കിന് കാർഡ് തിരിച്ചറിയൽ കാർഡ് നൽകാനുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും റിട്ടേണിംഗ് ഓഫീസറും ബാങ്ക് ഭരണസമിതിയും ഏർപ്പാടാക്കിയിട്ടില്ല. വോട്ടെടുപ്പ് നടക്കുന്ന പറയഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൽ ആവശ്യത്തിന് സൗകര്യമില്ലെന്ന് സഹകരണ വകുപ്പിലെയും പോലീസിനെയും കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചു. അതിന്റെ പേരിലും ആ കാര്യത്തിൽ യാതൊരു നടന്നില്ല. ഇപ്പൊ മനസ്സിലാക്കുന്നത് പറയഞ്ചേരി സ്കൂളിലെ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ വരെ പോളിംഗ് സ്റ്റേഷൻ ഒരിക്കലും ഉണ്ടാവാറില്ല. താഴെ ആവശ്യമായ ഒരാൾക്ക് 3ാം നിലയിലാണ് വോട്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഒരു വേണ്ടി അവിടുത്തെ ക്രമീകരണം നടത്തും. അവിടെ നടന്ന ക്രമയുക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട
നിലവിലുള്ള ഭരണസമിതിയിൽ അംഗങ്ങൾ നിയമനം നടത്തി സ്വന്തം മക്കളെയും ബന്ധുക്കളെയും നിയമിക്കുന്നത്. അതിനെയാണ് പാർട്ടി ശക്തമായി. മാത്രവുമല്ല, ചില കടലാസ് സൊസൈറ്റികൾക്ക് CPM-ന്റെ ചില ആളുകൾ നടത്തുന്ന കടലാസ് ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് ആ പണത്തിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടാണ്. നിലവിലുള്ള ബാങ്ക് ചെയർമാൻ പ്രസിഡന്റാക്കി മറ്റൊരു സൊസൈറ്റി ആരംഭിച്ച് ഇവിടെ വരുന്ന ഡെപ്പോസിറ്റുകളൊക്കെ ആ സൊസൈറ്റിയിലും അനധികൃതമായ ഈ അഴിമതിക്കും സുരക്ഷാഭാവത്തിനും വേണ്ടിയിട്ടാണ് പേരിലാണ് നിലവിലുള്ള ചെയർമാനായിട്ട് അവരിപ്പോൾ ചില CPM നേതാക്കളുടെ ഒപ്പം കൂടി ബാങ്ക് പളഞ്ഞ വഴിക്ക് പിടിച്ചെടുക്കാൻ നോക്കുകയാണ്. ഇപ്പം ഹൈക്കോടതി ഞങ്ങൾ സമീപിച്ചു. ക്യാമറ തെരഞ്ഞെടുപ്പ് ദിവസം വീഡിയോ ക്യാമറ ഉൾപ്പെടെയുള്ള നിരീക്ഷണത്തിന് ഉത്തരവായി, പോലീസ് സംരക്ഷണത്തിന് ഉത്തരവ് കിട്ടി. അതിനേക്കാളൊക്കെ ഉപരിയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല, യാതൊരു ഇടപാടുകളും ബാങ്കുമായി നടത്താതെ അനധികൃതമായി ചേർത്ത 1681 കോടികൾ പ്രത്യേക പെട്ടിയിൽ സൂക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി കൊടുത്തു. ഈ ഹൈക്കോടതി നിർദ്ദേശിച്ച 3 കാര്യങ്ങൾ: 1 പോലീസ് സംരക്ഷണം, 2 വീഡിയോ ക്യാമറ നിരീക്ഷണം, 3 1681 വോട്ടുകൾ പ്രത്യേക പെട്ടിയിൽ നിക്ഷേപിക്കുവാനുള്ള നിർദ്ദേശം. ഇത് 3 കൃത്യമായി പാലിക്കാൻ ഉദ്യോഗസ്ഥരും പോലീസും തയ്യാറാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ജോലിക്ക് നിയമിച്ചത് 30% ധാരാളം ഉദ്യോഗസ്ഥരാണ്. അവരെന്ത് വൃത്തികളും ചെയ്യും എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതിനെതിരെയുള്ള കൃത്യമായ ഇടപെടലുകൾ ബന്ധപ്പെട്ട അധികൃതർ ഭാഗത്തുണ്ടാവണം. പറയേണ്ടി സ്കൂളിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾക്കെല്ലാം അറിയാം, ഇടുങ്ങിയ റോഡാണ്. 35,000 മെമ്പർമാരുണ്ട്. ഏതാണ്ട് 15,000 പേർ വോട്ട് ചെയ്യാൻ വരുന്ന ഒരു ബാങ്ക്. ഒട്ടും യോജിച്ച സ്ഥലമല്ല പറഞ്ഞിരിച്ചത്. അതിൽ തന്നെ ദുരുദ്ദേശമാണ്. അവിടെ കൃത്രിമം നടക്കുകയും ബൂത്ത് പിടിച്ചു തെരഞ്ഞെടുപ്പിന് ജയിക്കാമെന്നാണ് ഈ പാർട്ടിയെ പുറത്താക്കപ്പെട്ടവരും പാർട്ടി ഒറ്റുകൊടുത്തവരും അവരെ സഹായിക്കുന്ന ഒരു വിഭാഗം CPM-കാരും കരുതുന്നത്. പിന്നെ അങ്ങനെ കുഴപ്പം ജയിക്കാത്ത സാഹചര്യം വരുമ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് ഈ ബാങ്കിനെ കൊണ്ടുവന്ന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാമെന്ന ഉദ്ദേശം കൂട്ടിയിരുന്നത് ഞങ്ങൾ കാര്യമായി. അത് മാത്രമല്ല, മത്സരിക്കാൻ ആളുകളല്ല, മത്സരിക്കുന്ന സംവിധാനമുണ്ട്. സഹകരണ മേഖലയിൽ പരസ്പര തലത്തിലുള്ള ജെന്റിൽമാൻ എഗ്രിമെന്റിന്റെ പല CPM ഭരിക്കുന്ന ബാങ്കുകളിൽ ഒരുപാട് കൃത്രിമങ്ങളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ നിയമപരമായ പോരാട്ടത്തിൽ നിയമനത്തിൽ അതിനെ ഉപേക്ഷിക്കാം. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്താതിരുന്നു ഈ ഒരു കാലം. ഇവിടെ ഇനി സഹകരണ മേഖലയിൽ സഹകരണം ഭരണമായി CPM തീരുമാനം. CPM എല്ലാവരും നേരിട്ടില്ല. CPM ഒരു വിഭാഗമാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സഹായിക്കുന്നത്. ബാങ്ക് വിളിച്ചു കൊടുക്കാനുള്ള പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തു. ഇപ്പൊ കൺസ്യൂമർ ഫണ്ടിലേക്ക് വ്യാപകമായ അഴിമതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസ് നടക്കുകയാണ്. ആ കോടതിയിൽ അന്വേഷിക്കാൻ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ നിയമം നടത്തുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ കൺസ്യൂമർ ഫണ്ടിന്റെ ഓഫീസിൽ വളരാം. അതിലെ അഴിമതികൾ തിരുത്തൽ നൽകാതെ പ്രസ്ഥാനം തകർക്കാനുള്ള ഉദ്ദേശം കൊണ്ടാണ് കൺസ്യൂമർ ഫണ്ടിനെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടം ഞങ്ങൾ നടത്തുന്നത്. കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെടുന്ന കൊട്ടേഷൻ സെന്ററിൽ ലക്ഷങ്ങൾ നൽകി വാടക അട്ടിമറിക്കാനുള്ള ശ്രമവും നടക്കും. KPCC-യുടെ പ്രസിഡന്റ് ഈ തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷൻ വന്ന് നടത്തിയ നല്ല ഉദ്ദേശിച്ച പ്രസംഗം പോലും തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമം നടത്തി. 6 പതിറ്റാണ്ട് കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ സ്വന്തം അധ്വാനം കൊണ്ട് പടുത്തുയർത്തിയ ചേവാനും പേരിൽ CPM-നെ ചിലർക്ക് വിൽപ്പന നടത്തിയ രാഷ്ട്രീയ ഉദാസീനങ്ങൾ തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്താൻ എല്ലാ സഹായങ്ങളും ജാഗ്രത കാണിക്കുന്നു ജില്ലയിൽ കോൺഗ്രസ്. പൊതുപ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയസമ്പത്ത് വ്യക്തി ജീവിതത്തിൽ ആദർശത്തെയും വിശ്വാസത്തെയും കാസൂക്ഷിക്കുന്ന
11 കോൺഗ്രസ് സംഘടന ഭാരവാഹികളെ ഞങ്ങൾ സ്ഥാനാർത്ഥിച്ചു. ഗോപേശ്വരി ദിനേശൻ മാസ്റ്റർ, രതീഷ് തറവൻ, വിശ്വനാഥൻ പുതുശ്ശേരി, ശശിധരൻ കാഞ്ഞോളി, സുനീഷ് അയ്യലമറ്റിൽ, സൈബർ റഫീഖ്, സ്വപ്ന മനോജ്, എൻ.എം. അഭിലാഷ്, എൻ.വി. സത്യൻ, ഷാജി ചെറുകലത്തിൽ, ആർച്ചാപ്പി ജയപ്രകാശ് എന്നിവരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് സത്യസന്ധമായ തെരഞ്ഞെടുപ്പ്, നീതിപൂർവ്വ തെരഞ്ഞെടുപ്പ്, വൻ കോൺഗ്രസ് ഏതെങ്കിലും വളഞ്ഞു വഴി ശ്രമിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് നിയമപരമായി വ്യാപ്തികളുമാണ് കോൺഗ്രസ്. ഈ കഴിഞ്ഞ 2 ദിവസത്തിലും വിദേശത്തും കേരളത്തിലും ആ തെരഞ്ഞെടുപ്പിന്റെ പാർട്ടിയുടെ വോട്ടെടുപ്പ്. ഈ കഴിഞ്ഞ 2 ദിവസം രാത്രി കാലത്തിൽ അവിടുത്തെ ഡയറക്ടർമാർ ബൾക്കായി പാട്ട് 2 ദിവസവും ഉൾപ്പെടുത്തുന്നത് ഇങ്ങനെ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ വിവരം പൊതുസമൂഹത്തെ മാധ്യമങ്ങളിൽ ഈ വാർത്ത 36,000 മെമ്പർമാരുടെ മിനിമം 15,000 കോടി അവർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യത്തിൽ അവിടെ ഇല്ല. അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യഭാഗം പറയുന്നില്ല. നേരത്തെ നടന്നത് മെഡിക്കൽ കോളേജിലാണ്. അവിടെ കോവിഡ് ആ വലിയ ഒരുപാട് വാഹനങ്ങൾ പോലെ ഞങ്ങൾ അതിനെതിരെ പരാതി പോലീസിനെ കൊടുത്തതാണ്. പോലീസ് അതിന് ക്ലിയറൻസ് കൊടുക്കുക പോലെയാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ആ ഭാഗത്ത് നടക്കുമ്പോൾ 1500 വോട്ട് നടക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായ കുറവ് കാര്യങ്ങളും ആ സമയത്തുള്ള ആ മനസ്സിലാക്കി. ചെറിയ വഴിയല്ലേ പറയാം. ഈ ഭരണസമിതി എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ നിയമപരമായ വകുപ്പുകളും ഇപ്പൊ തന്നെ ഒരു സഹകരണ സ്ഥാപനം മറ്റൊരു സഹകരണ സ്ഥാപനത്തിന്റെ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് അത് തിരിച്ചടക്കാനുള്ള ശേഷിയുള്ളത് പരിശോധിക്കുന്നത് ആ ബാങ്കിനെ മനസ്സിലാക്കി അത് പരിശോധിക്കുന്നതാണ് നടത്തിയത്. ഒന്ന്. രണ്ടാമത് ഈ ബാങ്കിന്റെ ചെയർമാനായി എത്തി മറ്റൊരു ബാങ്കിന്റെ പ്രസിഡന്റായി ഇവിടെ ഒരു ഡെപ്പോസിറ്റ് ആക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയിൽ അന്വേഷണത്തിൽ 3 കാര്യങ്ങൾ. ഒന്ന്, അനധികൃതമായി സഹകരണ നിക്ഷേപം. 2, ഈ സ്ഥാപനത്തിന്റെ ചെയർമാനായിരുന്നുകൊണ്ട് മറ്റൊരു സ്ഥാപനം ഉണ്ടാക്കി അതിലേക്ക് നിക്ഷേപം കൊടുത്തു. 3, ഈ ബാങ്കിന്റെ കെട്ടിടം ഉണ്ടാക്കുന്നത്. ഈ 3 അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഭരണസമിതി അംഗത്തിന്റെ വിയോജനക്കുറിപ്പുണ്ട്. 57 വിയോജനക്കുറിപ്പുകൾ മോഹൻ പുതിയോട്ടിൽ എന്ന ഡയറക്ടറോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ നടപടികളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ മറ്റൊരു കാര്യം, പാർട്ടി പ്രവർത്തകരെ കാണേണ്ട, അതിനപ്പുറത്ത് ഞങ്ങളുടെ പ്രവർത്തകരെ സിപിഎമ്മിന്റെ പിന്തുണയോട് ചൊറിയാൻ വന്നാൽ, നിങ്ങൾ ആ വീഡിയോ എടുത്ത് പോയി ചൊറിയാൻ വന്നാൽ ഞങ്ങളത് ആ രീതി നേരിടേണ്ടി വരും. ഒരു പാർട്ടി പ്രസിഡന്റ് അതല്ലേ പറയുന്നത്. പാർട്ടി പ്രവർത്തകൻ അടി ഉണ്ടാകുന്ന വാങ്ങി വന്നോന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്നവർക്ക് ഉമ്മ കൊടുക്കുന്നത് ഉപയോഗിച്ചു. അങ്ങനെ വരുന്നവർക്ക് ഞങ്ങൾ ഉമ്മ കൊടുക്കണമെന്ന് ചോദിച്ചു. അത് മാത്രമേ CPM കാരണം അവരുടെ എല്ലാ രാഷ്ട്രീയത്തിലും ഈ സഹകരണ മേഖലയിൽ സഹകരണം കൊണ്ടുള്ളത് ആത്മാർത്ഥതയിലേക്ക് അവർ ഇത് കൃത്യമായി നീതിപൂർവ്വം നടക്കാനുള്ള കാര്യങ്ങളിൽ പിടിച്ചെടുക്കാനും ഉണ്ടായിസം കാണിക്കണം, ഉദ്യോഗസ്ഥരെ കൊണ്ട് കൃത്യം കാണിക്കണം, അവരുടെ പോലീസിന്റെയും സഹകരണ സഹായം വിപുലപ്പെടുത്തുന്നത് CPM. അത് കുടുംബ പ്രശ്നം. 2 ആൾ ജാമ്യത്തെ അടിക്കിട്ട് എട്ടാമത്തെ അടി കിട്ടിയെന്ന് അടിച്ചു ജാമ്യം